ഇയാന് തന്റെ മൈൻഡ് യൂസ് ചെയ്ത് എല്ലാവരുടെയും മുന്നിലുള്ള വിഷ്വൽസ് മാറ്റാൻ കഴിയും. ഒരു ദിവസം അവനും അച്ഛനും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. അവൻ തന്റെ മൈൻഡ് യൂസ് ചെയ്ത് അവിടെയുള്ള ലേഡിയെ കൺട്രോൾ ചെയ്യുന്നു. അച്ഛൻ സൂപ്പർ മാർക്കറ്റിനകത്ത് നിന്ന് 3 വലിയ വൈൻ ബോട്ടിൽ തന്റെ കോട്ടിനകത്ത് ഒളിപ്പിക്കുന്നു. എന്നിട്ട് ബിൽ ചെയ്യാൻ വരുമ്പോൾ ആ ലേഡിക്ക് ആ വൈൻ ബോട്ടിൽസ് കാണാൻ കഴിയുന്നില്ല. അയാൾ ചെറിയൊരു സാധനം മാത്രം എടുത്ത് ബില്ലടിക്കുന്നു. അതിനുശേഷം വൈൻ കാറിൽ കൊണ്ടുവയ്ക്കുന്നത് വരെ അവരെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു. അയാൾ പോയി കഴിഞ്ഞതും അതിലെ പോയ പെൺകുട്ടികൾ എന്തോ പറഞ്ഞത് കേട്ട് അവന്റെ ശ്രദ്ധ മാറുന്നു. അതേസമയം ആ ലേഡി ഷെൽഫിൽ നോക്കുമ്പോൾ വൈൻ ബോട്ടിൽസ് കാണാനില്ല. ഉടനെ തന്നെ അവർ പുറത്തേക്ക് വന്ന് അവരുടെ കാർ തടയുന്നു. ഇവൻ വീണ്ടും ആ ലേഡിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ അവന്റെ അടുത്തേക്ക് തന്നെ വരുന്നത് കണ്ട് അവനൊരു ഗണ്ണെടുത്ത് അവരെ ഷൂട്ട് ചെയ്യുന്നു. ആ ലേഡി തറയിൽ വീഴുന്നു. ആക്ച്വലി അവന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നില്ല. അവൻ തന്റെ കൈ ഗണ്ണുപോലെ ചൂണ്ടിയാണ് അവരെ ഷൂട്ട് ചെയ്തത്. ആ ലേഡിക്ക് യഥാർത്ഥത്തിൽ വെടിയേറ്റിട്ടുമില്ല. അതേസമയം തന്നെ അവിടേക്ക് പോലീസും വരുന്നു. കാര്യം അറിഞ്ഞ പോലീസ് അവരുടെ കാറിനെ ഫോളോ ചെയ്യുന്നു. കുറെ ദൂരം മുന്നോട്ട് പോയതും ഇയാൻ കാറിന്റെ പിന്നിലേക്ക് വരുന്നു. എന്നിട്ട് തന്റെ പവർ യൂസ് ചെയ്ത് പോലീസ് ഓഫീസറിന്റെ വിഷ്വൽസ് ചേഞ്ച് ചെയ്യുന്നു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്ന കാർ കാണുന്നില്ല. മാത്രമല്ല ഭയങ്കരമായ ഐസ് മഴ പെയ്യാനും തുടങ്ങുന്നു. പോലീസ് കാറിന് നിയന്ത്രണം നഷ്ടമായി മറിയുന്നു. അത് തെന്നി നീങ്ങി ഒരു ഗ്യാസ് സ്റ്റേഷന് മുന്നിൽ വന്ന് സ്റ്റോപ്പ് ആവുന്നു. നോക്കുമ്പോൾ അവിടെ നിന്നയാൾ കൂളായി ഇറങ്ങി വന്ന് പോലീസ് ഓഫീസറിനോട് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കണോ എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഓഫീസർ നോർമലായി കാർ ഓടിച്ചു തന്നെയാണ് ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ തോന്നലാണ്. അതിനുശേഷം ഒരു ദിവസം ഇയാൻ ഒരു ബാങ്കിലേക്ക് വന്ന് ചെക്ക് ലീഫ് കൊടുക്കുന്നു. നോക്കുമ്പോൾ ആ ലേഡി ഒരു സംശയവുമില്ലാതെ അവന് മുഴുവൻ കാശും കൊടുക്കുന്നു. പക്ഷെ ഇയാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ ലേഡി ഷോക്ക് ആവുന്നു. കാരണം അവൻ കൊടുത്തത് ഒരു പീസ് ന്യൂസ് പേപ്പർ ആണ്. അവർ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇയാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു.